വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും സാമ്പത്തിക സൂചികകളിലെ മാറ്റങ്ങളും കാരണം സ്വർണ്ണവില കുത്തനെ താഴേക്ക് വരികയാണ്. ഈ ആഴ്ചയിൽ കുത്തനെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത്. വൈകാതെ പഴയ വിലയിലേക്ക് സ്വർണം എത്തുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാർ. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും സാമ്പത്തിക സൂചകങ്ങളിലെ മാറ്റങ്ങളുമൊക്കെ ആഗോള ലോഹ വിപണി സമ്മർദ്ദത്തിലാക്കാൻ കാരണമായിട്ടുണ്ട്. നിരവധി സെഷനുകളിലായി സ്വർണ്ണവില കുറഞ്ഞു. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പ്രതിവാര നഷ്ടങ്ങളിലൊന്നാണ് ഇത് രേഖപ്പെടുത്തിയതും. ശക്തമായ US ഡോളർ, ബോണ്ട് ആദായ വർധനവ്, ഊർജ്ജ വിലകളുമായി ബന്ധപ്പെട്ട പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയോട് നിക്ഷേപകരും പ്രതികരിക്കുന്നുണ്ട്. അതേസമയം വെള്ളി വിലയും താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത നീക്കം മനസ്സിലാക്കാൻ വിപണി പങ്കാളികൾ ഇപ്പോൾ പിന്തുണയും പ്രതിരോധ നിലയും ട്രാക്ക് ചെയ്യുകയുമാണ്. വിപണി വീക്ഷണം രണ്ട് ലോഹങ്ങൾക്കും വിശാലമായ വ്യാപാര ശ്രേണിയാണ് കാണിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ നിന്ന് കുറഞ്ഞതിന് ശേഷം സ്വർണം നിലവിൽ സമ്മർദ്ദത്തിലാണ്. സ്വർണത്തിന് പിന്തുണ $4250 മുതൽ $4400 ഈ നില തകർന്നാൽ $3800 താഴേക്കുള്ള അപകട സാധ്യതയും കണക്കാക്കപ്പെടണം. തലകീഴായി $4400 മുകളിൽ കൈവശം വയ്ക്കുന്നത് വിലകൾ $4700, $4800 തള്ളിവിടും. വെള്ളിയും $68.02 എന്ന നിലയിൽ ദുർബലത കാണിക്കുന്നുണ്ട്. വിൽപ്പന തുടർന്നാൽ അത് $60 കുറഞ്ഞേക്കും. അതേസമയം വിപണിയിലെ ആക്കമനുസരിച്ച് വീണ്ടെടുക്കൽ $80 അടുക്കാനുള്ള സാധ്യതയുമുണ്ട്. സ്വർണ്ണവിലയിൽ ഈ ആഴ്ച കുത്തനെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഊർജ്ജ വിലകൾ ഉയർത്തുകയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ കുറയ്ക്കുകയും ചെയ്തതോടെയാണ് ഇടിവ് സംഭവിച്ചത്. ആഴ്ചയിൽ സ്വർണം 11% കുറഞ്ഞത്. US-ഉം ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം നിരവധി ആഴ്ചകളായി നഷ്ടം രേഖപ്പെടുത്തി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചപ്പോഴും ഈ പ്രവണത പ്രകടമായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.